2007 ഇറങ്ങിയ മനോഹരമായൊരു സിനിമയാണ് ദ ബക്കറ്റ് ലിസ്റ്റ്. മോർഗൻ ഫ്രീമാനും ജാക്ക് നിക്കോൾസനുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജാക്ക് നിക്കോൾസൻ്റെ എഡ്വേർഡ് കാൾ എന്നുള്ള കഥാപാത്രവും മോർഗൻ ഫ്രീമാൻ്റെ കാർട്ടർ എന്നുള്ള കഥാപാത്രവും. ഈ രണ്ടു പേരും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം രണ്ടുപേർക്കും ക്യാൻസറാണ്. ഒരേ മുറിയിൽ ഈ രണ്ടു പേരും കിടന്ന് ക്യാൻസറിൻ്റേതായ ചികിത്സകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ദിവസം അവരിലൊരാൾക്ക് കീമോതെറാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. കീമോതെറാപ്പിയൊക്കെ എടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ഛർദ്ദിക്കുന്നു, അസ്വസ്ഥതകൾ, ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ വലിയ അസ്വസ്ഥതകൾ. അതിനൊക്കെ ശേഷം ഇവരിൽ ഒരാൾ മറ്റേ ആളോട് ചോദിക്കുകയാണ്, ഈ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? അപ്പോൾ മറ്റേ ആൾ ഭയങ്കര നിരാശയിലാണ്. ജാക്ക് നിക്കോൾസൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ നിരാശയിലാണ്. അയാൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്? ക്യാൻസർ വന്നു, ചികിത്സയാണ്, ഇനി അധികം നാളൊന്നും ജീവിക്കുകയില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മറ്റേ ആൾ പറയുകയാണ്, നമുക്കെന്തുകൊണ്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ മറ്റേ ആൾക്ക് ബക്കറ്റ് ലിസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, എന്നാൽ ഇനി അവശേഷിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള ഉറപ്പിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളുള്ള ലിസ്റ്റ്, അതാണ് ബക്കറ്റ് ലിസ്റ്റ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അയാൾക്ക് സന്തോഷമായി. കൊള്ളാം, ഇതൊരു നല്ല ആശയമാണല്ലോ. അങ്ങനെ രണ്ടുപേരും അവരവരുടേതായ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി. ആ ലിസ്റ്റിൽ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. 10-12 കാര്യങ്ങൾ രണ്ടുപേരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിലൊന്ന് ഇന്ത്യയിൽ വന്ന് താജ്മഹൽ കാണുക എന്നുള്ളതായിരുന്നു, ഹിമാലയത്തിൽ പോവുക എന്നുള്ളതായിരുന്നു, ഈജിപ്തിലെ പിരമിഡുകൾ കാണുക എന്നുള്ളതായിരുന്നു. സിനിമയിലാവുമ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവർ ഈജിപ്തിലെ പിരമിഡുകൾ സന്ദർശിക്കാൻ ചെന്നു. ഈജിപ്തിലെ പിരമിഡുകളിലെ ഏറ്റവും വലുത് ഗീസായിലെ പിരമിഡാണ്. ആ പിരമിഡിൻ്റെ അടുത്ത് അവർ ചെന്നു. എന്നിട്ട് തൊട്ടടുത്ത് നിൽക്കാതെ അതിൻ്റെ അടുത്തുള്ള ഒരു തിട്ടയിൽ ഇവർ രണ്ടുപേരും ഇരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിവർ പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ മോർഗൻ ഫ്രീമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റേ ആളോട്, ജാക്ക് നിക്കോൾസൻ്റെ കഥാപാത്രത്തോട് പറയുകയാണ്, ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, എന്താണ് ആ കഥ? കഥ എങ്ങനെയാണ്? ഒരു കഥയോ പാരമ്പര്യമോ? നമ്മൾ മരിച്ച് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് 2 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമനുസരിച്ച്, ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഉത്തരമനുസരിച്ചാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയോ അല്ലെങ്കിൽ അടഞ്ഞ് കിടക്കപ്പെടുകയോ ചെയ്യുക. അപ്പോൾ ജാക്ക് നിക്കോൾസൻ്റെ കഥാപാത്രം ചോദിച്ചു, ഏതാണ് ആ ചോദ്യങ്ങൾ? അപ്പോൾ മറ്റേ ആൾ ചോദ്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു ഫൗണ്ട് ജോയ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ചിട്ട് ഇയാൾ ജാക്ക് നിക്കോൾസൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അയാൾ ഉത്തരം പറയണം. അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട്, സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മോർഗൻ ഫ്രീമാൻ്റെ കഥാപാത്രം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഹാസ് യുവർ ലൈഫ് ബ്രോഡ് ജോയ് ടു അതേഴ്സ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് മുന്നിൽ
ജാക്ക് നിക്കോൾസിൻ്റെ കഥാപാത്രം ഒന്ന് പതറുകയാണ്. അയാൾ പറഞ്ഞു, അത് മറ്റുള്ളവരോട് ചോദിക്കണം. എൻ്റെ ജീവിതം കൊണ്ട് അവർക്ക് ആനന്ദം കിട്ടിയിട്ടുണ്ടോ എന്ന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, അവരാണ്. അപ്പോൾ ആദ്യത്തെ ഇയാളെ തിരുത്തുകയാണ്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല, നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഈ 2 ചോദ്യങ്ങൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവും, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൻ്റെ ആകത്തുക അടങ്ങിയിരിക്കുന്നത് ഈ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കൊക്കെ ഈ ഭൂമിയിൽ വളരെ ചെറിയൊരു ജീവിതമാണ്. അത് 50 വയസ്സാണെങ്കിലും 80 വയസ്സാണെങ്കിലും 100 വയസ്സാണെങ്കിലും നമുക്ക് തോന്നും ജീവിതം ചെറുതായിരുന്നു എന്ന്. അപ്പോൾ ഈ ചെറിയ ജീവിതത്തിൽ നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക? ഏതവസ്ഥയിൽ ആയിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്? ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണത്. അതിനേക്കാളും വലുതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. സിനിമ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഇതിലെ മോർഗൻ ഫ്രീമാൻ്റെ കഥാപാത്രം ക്യാൻസർ വന്ന് മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരത്തിന് മുമ്പ് ജാക്ക് നിക്കോൾസിൻ്റെ കഥാപാത്രം വന്ന് ഒരു ചെറിയ പ്രസംഗം പോലെ പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നത് എങ്ങനെയാണ്: 3 മാസം മുമ്പ് വരെ ഞങ്ങൾ പരസ്പരം അപരിചിതരായിരുന്നു. 3 മാസത്തിന് മുമ്പാണ് ഞങ്ങൾ പരസ്പരം കണ്ടത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമില്ല, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ എനിക്ക് അദ്ദേഹത്തെപ്പറ്റി പറയാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിന് അർത്ഥം അയാൾ നൽകി എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആനന്ദം നൽകി. ഞങ്ങൾ പരസ്പരം ജീവിതങ്ങൾക്ക് അർത്ഥം കൈമാറി. അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രസംഗം അയാൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എത്ര നാൾ, എത്ര കാലം, എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷം നമ്മളൊക്കെ മുമ്പോട്ട് പോകും എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മളേറ്റവും സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ വിട്ടുപിരിയുന്നത് എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് ആകപ്പാടെ ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ആനന്ദം, സന്തോഷം, സമാധാനം, ഐശ്വര്യം കണ്ടെത്തുക. അത് ഏത് ജീവിതത്തിൻ്റെ വേദികളിൽ ആണെങ്കിൽ പോലും, എവിടെയാണെങ്കിലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, അത് കുടുംബമായിരിക്കാം, തൊഴിലിടമായിരിക്കാം, കളിസ്ഥലമായിരിക്കാം, എവിടെയുമായിരിക്കാം, അവിടെ കാണുന്ന മനുഷ്യർക്കും സന്തോഷം കൊടുക്കുക, ആനന്ദം കൊടുക്കുക, ആഹ്ലാദം കൊടുക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് വളരാൻ മറ്റുള്ളവർക്ക് അവസരം നൽകുക. ഇത് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ട് എന്ന് നമുക്ക് തോന്നും, നമ്മുടെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ട് എന്ന് മറ്റുള്ളവർക്കും തോന്നും. അതിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.